നടി അൻസിബയെ എസ്ഐയുടെ സാന്നിധ്യത്തിൽ ലക്ഷ്മിപ്രിയ ചോദ്യം ചെയ്തു. സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി തടഞ്ഞുവെച്ചു. ജയിലിലിടുമെന്ന് വനിതാ എസ്ഐ ഭീഷണിപ്പെടുത്തി. അൻസിബയുടെ പരാതിയിൽ കഴമ്പില്ലെന്ന് മുൻപ് റിപ്പോർട്ട് കൊടുത്ത പോലീസ് തന്നെയാണ് ആ തെറ്റിപ്പോൾ തിരുത്തുന്നത്. ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ എസ്ഐ രേഷ്മ എന്നിവർക്കെതിരായ എഫ്ഐആറിലാണ് ഗുരുതരമായ പരാമർശങ്ങൾ. 10ഓളം വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിനിടെ അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായുള്ള ശ്വേതാ മേനോന്റെ കേസിലും അൻസിബ കക്ഷി ചേർന്നു. ലക്ഷ്മിപ്രിയയുടെ പരാതിയിൽ അൻസിബയെ ജയിലിലിടുമെന്ന് എസ്ഐ രേഷ്മ ഭീഷണിപ്പെടുത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അൻസിബയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി തടഞ്ഞുവെച്ചു. ഭീഷണിപ്പെടുത്തി സ്റ്റേഷൻ റെക്കോർഡ്സിൽ ഒപ്പിടാൻ നിർബന്ധിച്ചു. അൻസിബ പറഞ്ഞതിന് വിപരീതമായി രേഖകൾ തയ്യാറാക്കി ഉപയോഗിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു. ആദ്യഘട്ടത്തിൽ ഈ പരാതി അന്വേഷിച്ച പോലീസ് കേസെടുക്കാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഈ നിലപാടിനെ ചോദ്യം ചെയ്ത് അൻസിബ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് കോടതി നേരിട്ട് അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തുകയും പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തി കേസെടുക്കാൻ തൃപ്പൂണിത്തുറ പോലീസിന് കർശന നിർദ്ദേശം നൽകുകയുമായിരുന്നു. അമ്മ പിരിച്ചുവിടണമെന്ന ജി സുധാകരന്റെ പ്രസ്താവന അംഗീകരിക്കാനാകില്ലെന്ന് നടൻ രവീന്ദ്രൻ. സുധാകരൻ സാറ് വരെയും വന്ന് അമ്മ പിരിച്ചുവിടേണ്ട സമയമായി എന്നൊക്കെ പറയാം. അത് വളരെ ദുഃഖമുണ്ട്. കാരണം ആ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിനെ എത്തിച്ചത് നമ്മുടെ ഒരു തെറ്റാണെന്ന് തന്നെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ. ഇത് നമ്മളൊരു 32 വർഷം തുടങ്ങിയപ്പോൾ അഭിനേതാക്കളുടെ അവകാശങ്ങൾക്കെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. ഇതിൻ്റെ തുടക്കം മുതലേ ഒരു ലൈഫ് മെമ്പറുമാണ് ഞാൻ വന്നത്. പിന്നീട് നമ്മൾ അത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളൊരു ധാരണ ഉണ്ടാവുകയും അങ്ങനെ തന്നെയാണ് അത് മുമ്പിലേക്ക് പോയത്. പിന്നീട് ഇത് അമ്മയിലെ മെമ്പേഴ്സിന് വന്നിട്ടുള്ളതിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, അവരെ സഹായിക്കാനൊക്കെ ആയിട്ടുള്ള അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. ഈ ലോകത്തൊരു സംഘടന അങ്ങനെ ഉണ്ടാവില്ല. എല്ലാ മാസവും അവർക്ക് കൈനീട്ടം എത്തുന്നു, ഞങ്ങളുടെ ആൾക്കാർക്ക് വന്നിട്ട് മരുന്നെത്തുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട്. ഒരു പരിരക്ഷ, ഒരു കുടുംബമായിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൽ പലപ്പോഴും വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായി യഥാർത്ഥത്തിൽ. പക്ഷെ അതുകൊണ്ട് നമ്മളെ പിരിച്ചുവിടണമെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ബഹളമില്ല. കാരണം ഇതിനെ പ്രതീക്ഷ നിൽക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഇതിനകത്തുണ്ട്. അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിക്ക് എതിരായുള്ള ശ്വേതാ മേനോന്റെ കേസിൽ കക്ഷി ചേരാൻ നടി അൻസിബ ഹസൻ എറണാകുളം മുൻസിഫ് കോടതിയിൽ അൻസിബ ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകി. ശ്വേതാ മേനോന്റെ ഹർജിയിൽ രമേശ് പിഷാരടി അധ്യക്ഷനായ അമ്മ അഡ്ഹോക് കമ്മിറ്റിക്ക് കോടതി താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേസ് ഈ മാസം 13-ന് കോടതി വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.